അഫാൻ വെന്റിലേഷനിലാണെന്നാണ് പറയുന്നത്, ഡേഞ്ചറായിട്ട് തന്നെ കഴിയുന്നത്. പക്ഷെ എൻ്റെ ഒരു നിലയിൽ ഇപ്പോൾ ഈ മുണ്ട് അവിടുന്ന് കിട്ടി ശുചിമുറിയിൽ എങ്ങനെ തൂങ്ങിച്ചാവാൻ പറ്റും എന്നുള്ളത് 100% സംശയത്തിൻ്റെ നിലയിലാണ്. അത് ജയിലിനകത്ത് തന്നെ ഗുണ്ടകളുണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാർ ആരും പോയി നോക്കാറില്ല. ഒരു വക്കീൽ പോലും പോയിട്ട്, ഇപ്പോൾ ചാനലിൽ കാണിച്ച് വക്കീൽ പോലും പോയിട്ട് അന്ന് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഏതവസ്ഥയിലാണ് പറയുന്നത്? നമുക്ക് ഒരു കാരണവശാലും പക്ഷെ അവൻ മരിക്കണം, അവൻ ശിക്ഷ അനുഭവിക്കണം. പക്ഷെ കൊടുക്കണം. അവൻ അങ്ങനെ മരിക്കാനുള്ളവനാണ്. പക്ഷെ അവനെ ഇങ്ങനെ ആത്മഹത്യയിൽ കൂടെയും പെട്ടെന്ന് അടിച്ചു കൊല്ലാനുള്ളതല്ല. ഒരു പ്രസവിച്ച് 10 മാസം വേദന അനുഭവിച്ച് പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തി ഈ പരുവാക്കിയ തള്ളെ ചിറ്റയിലും ചുവരിലും പിടിച്ച് ഇടിച്ച് മണ്ടയടിച്ച് കീറിയിട്ട് വരുന്നവരെയും പോയവരെയൊക്കെ തീർത്ത് അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് ഒരു മനുഷ്യനും നീതിക്ക് നേർന്നതല്ല, ആരും അത് അനുവദിക്കുകയില്ല. യഥാർത്ഥത്തിൽ അവൻ നേരത്തെ മരിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതേപോലുള്ള ആൾക്കാർ കോടതിയുടെ ശിക്ഷ കൊടുത്ത് അങ്ങനെ തൂക്കിക്കൊല്ലണമെങ്കിൽ അങ്ങനെ അവന് ശിക്ഷ കൊടുത്ത് ഒരു മാതൃകയാകേണ്ടതാണ്, മറ്റുള്ളവർക്ക് മാതൃകയാണ്. മരിക്കുന്നതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കും. പക്ഷേ മരിക്കണോ ചാപ്റ്റർ അല്ല. പക്ഷെ എനിക്ക് ഇതിനോട് പുച്ഛമാണ് പോലീസിനോട് എനിക്ക് തോന്നിയത്. ഒരു ഇത്രയും കൊലപാതകം നടന്നവനെ 4 സൈഡിലും പോലീസ് സെക്യൂരിറ്റി ആയിട്ട് തോളി കൈയിട്ട് അവനെ കൊണ്ടുപോകണ പോക്ക് കണ്ടപ്പം അടുത്ത് നിൽക്കണമെന്നും തോന്നുന്നു. ഇതേപോലെ എനിക്കും അടിച്ചു കൊന്ന എൻ്റെ പേരും ഇതേപോലെ ഫോട്ടോയിൽ വരും, ഇതേപോലെ കൊണ്ടു കിടക്കും. ചാനലുകാർ ആവശ്യമുള്ള ചാനലുകാർ ഉണ്ടായിരുന്നു. ഇത്രയും ഈ രാജ്യം മൊത്തം എവിടെ ഇനി ഏത് ലോകം അറിയുന്നുണ്ട്? അവൻ എല്ലാവരും അറിഞ്ഞില്ലേ? ഇവിടെ കിടന്നിരുന്നെങ്കിൽ അറിയുമായിരുന്ന ഈ കൊലപാതകം നടത്തായിരുന്നെങ്കിൽ? അതാണ് പറഞ്ഞത്. ഇതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനൊക്കെ ഞാനെതിരാണ്. എൻ്റെ വീടിൻ്റെ അക്കരെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ടെറസ് കെട്ടിടം വെച്ചതിന് ശേഷം അവർ പഴയ കാലങ്ങളങ്ങ് മറന്ന് പിന്നെ തള്ളയാണ് യഥാർത്ഥ കുഴപ്പം. ഒരു മക്കൾ വളർത്തുമ്പം തന്തയും തള്ളയും മക്കളെ ഒരു പരിധി വരെ സ്നേഹം വേണം. പക്ഷേ അവരെ വിട്ടുവീഴ്ച ചെയ്യണം. കുറേയൊക്കെ നമ്മളെ കൈക്കകത്ത് അവർ നിൽക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ സംഭവിക്കും. ഇവരെ ഓടിക്കൊണ്ടുവന്ന് 25,000 50,000 രൂപയാണെന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും പോയി സ്വർണ്ണം വാങ്ങിച്ച് പണയം വെച്ച് മോൻ എന്തിനാ ഈ 50,000 25,000 രൂപ തള്ളക്ക് ചോദിച്ചൂടെ? സ്വന്തം മോനല്ലേ. അങ്ങനെ സംഭവിച്ച് ഇത്രയും കടം വന്നത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഇത് ചെയ്തത്. രാത്രി കാലം ആരെങ്കിലും ജോലി ചെയ്തുകൊണ്ടൊന്നും അവരെ വസ്തു വിറ്റും സ്വർണം വിറ്റും പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ നോക്കും. അധ്വാനിക്കണം, അധ്വാനിച്ച് ജീവിക്കണം. എങ്കിലേ അമ്മ പറയുന്നത് തലേ ദിവസം വരെ ഞാൻ അവനെ ചോറ് വാരി കൊടുത്തതാണ്, അവനൊന്നും ഒരു നഖം വെട്ടാൻ പോലും അവൻ അറിയത്തില്ല. ശരി, അത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കണക്കിന് അവനെ അത്രയ്ക്ക് അവരെ സ്നേഹിച്ചെന്നുള്ളതാണ്. എൻ്റെ മോനാണ്. എല്ലാ മക്കൾ എത്ര പോക്കൃത്തരം കാണിച്ച് എന്ത് തെമ്മാടിത്തരം കാണിച്ചു വന്നാലും ഒരിക്കലും പെറ്റ തള്ള പറയും പക്ഷെ അവൻ നല്ലതാണെന്നുള്ള എൻ്റെ രാഷ്ട്രീയകാലം വെച്ച് ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുന്നു. ഒരിക്കലും തള്ള മക്കളെ കുറ്റം പറയില്ല. തുച്ഛമായിട്ടുള്ള ഒരു 105 പേരല്ലാതെ 95% ആൾക്കാരും ഒരു തള്ളമാരും മക്കളെ കുറ്റം പറയില്ല. എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ട് വന്നാലും അവർക്ക് സപ്പോർട്ടേ ചെയ്യുള്ളൂ. എനിക്ക് 100 അനുഭവങ്ങളുണ്ട്. മോനെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളവുമായിരുന്നു. ഈ തലക്ക് ഈ അടി കൊണ്ട് വയ്യാതെ അവരെ ആദ്യം തന്നെ കള്ളം പറഞ്ഞ് ഞാൻ കട്ടിലിൽ നിന്ന് വീഴുന്നതാണെന്ന്. ഇത്രയും കൊലപാതകം ചെയ്തിട്ട് വൈശാചികമായി ഇത്രയും കൊലപാതകം ചെയ്തിട്ട് ആ പയ്യൻ കാണിച്ചത് ന്യായീകരിച്ച്. അപ്പോൾ ആ തള്ളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. പക്ഷേ ഇപ്പം തിരിച്ചു പറയുന്നത് കോടതി പോയി കള്ളസാക്ഷി പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ആരൊക്കെയോ ഇതിൽ വേറെ ഇനിയും ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും വീണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. പക്ഷേ പേടിയുണ്ട്. അവരാണ് ഈ ചെറുക്കനെ ഈ പരുവം ആക്കിയത്. അപ്പോൾ പ്രതിയാവുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. പക്ഷെ ഞാൻ യഥാർത്ഥത്തിലുള്ള സത്യം ഞാൻ ഇതുവരെ കാണാൻ പോയില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എൻ്റെ വാട്ടറാണ്. എൻ്റെ വാർഡിൽ എൻ്റെ വാട്ടറായിരുന്നു. കാണാൻ പോയില്ല ഇതുവരെ. അച്ഛനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇളയ ചെറുക്കൻ മരണപ്പെട്ടതിനെ പറ്റി സംസാരിച്ച് അവർക്ക് മരണ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ തന്നെ കൂടെ പോയി എല്ലാ ബോഡി സമയത്ത് അവിടെ ഇൻക്വസ്റ്റിന് എല്ലാം തയ്യാറാക്കിയതും മെഡിക്കൽ കോളേജിൽ പോയതും കോവിലത്തിൽ പോയതും ഇവിടെ മയ്യം കൊണ്ടുവന്ന് തിരിച്ച് പള്ളി കൊണ്ടുവന്ന് അടക്കി തിരിച്ച് വരണവരെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഫുള്ള് ഉണ്ടായിരുന്നു.
2-3 ദിവസം അത് ഫുള്ള് ഉറക്കമൊഴിഞ്ഞ് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ നിന്ന്. പക്ഷേ ആ തള്ളയെ കാണാൻ ഞാൻ പോയില്ല. പോകാത്ത കാരണമെന്ന് പറഞ്ഞാൽ ആ തള്ളയാണ് ഈ ചെറുക്കനെ ഈ പരുവം ആക്കിയത് കൊണ്ട് എനിക്ക് അവരെ കാണാമെന്ന് തോന്നി. ഇത്രയേ ഉള്ളൂ. അല്ല ശരിയായിട്ടും അവരൊന്ന് ആത്മഹത്യ ചെയ്യാനിരുന്നു തലേ ദിവസം വരെ. അപ്പോൾ അവരോട് ആരോ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടതാണ്, അവരോട് പറഞ്ഞത് മോനോട് നമ്മുടെ ഖുർആൻ അനുസരിച്ചിട്ട് നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ആത്മഹത്യ ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടത്തില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരെയും കൊന്നങ്ങ് തീരുമാനിച്ചു എന്നാണ്. ഖുർആൻ നിയമം അനുസരിച്ചാണെങ്കിൽ കള്ളം പറയാൻ പാടില്ലല്ലോ. കള്ളം പറയാൻ പാടില്ലല്ലോ. ഇവർ കള്ളമല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് മൊത്തം പച്ച കള്ളമല്ലേ. അതൊന്നും അങ്ങനെയൊന്നുമല്ല. നമ്മളാരും ഒന്നും കേട്ടിട്ടില്ല ഇവർ പറയണ. ആ വീട്ടിൽ അവൻ എല്ലാവരെയും അടിച്ചു കൊന്ന് ഇട്ടിട്ട് ഗ്യാസും തുറന്ന് വിട്ട് കഥകും പൂട്ടിയിട്ട് നേരിട്ട് ചെന്ന് കുളിച്ച് റെഡിയായി ഇവിടുന്ന് ആട്ടോ വിളിച്ച് പിഞ്ഞാട്ടി ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ അവിടെ എലി വിഷം കൊടുത്തിരിക്കണം, ഞാനും തുപ്പില കഴിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. ആരെയും അടിച്ചു കൊന്നെന്ന് അവൻ പറഞ്ഞില്ല. ശരി. ഇവൻ്റെ ബാപ്പാടെ ഉമ്മായ പോലും അവരത് സ്ഥിരമായിട്ട് കുളിപ്പിച്ച് ആശുപത്രി കൊണ്ടുപോയി സാധാ വീണ് തല പൊട്ടിയെന്ന് പറഞ്ഞ് അടക്കാൻ തീരുമാനിച്ചാണ്. അടക്കാൻ തീരുമാനിച്ചാണ് അവരങ്ങനെയാണ്. പിന്നീടാണ് അറിയുന്നത് ഇവൻ പറയുന്നത് ഇന്ന ആളിനെ അടിച്ചു, ഇന്ന ആളിനെ കൊന്നു, ഇന്ന ആളിനെ കൊന്നു. അവിടെ വീട്ടിൽ പോയി അടിച്ചു കൊന്നു ഒരു മനുഷ്യൻ അറിയുന്നില്ല ഈ ഉമ്മായ. ഇത് ആദ്യം അവർ ഇത് തല പൊട്ടിയതാണെന്ന് പറഞ്ഞ് അടക്കാൻ തീരുമാനിച്ചതുമാ. അല്ല, അടക്കാൻ വന്ന് അവർ തല സ്റ്റെപ്പിൽ നിന്ന് വീണ് പൊട്ടിയതെന്നാണ് അവർ കണക്കൂട്ടിയ. ഇങ്ങനെ ഒരു ചെറുകുട്ടി വന്ന് അടിച്ച് കൊട്ടുമെന്ന് കൊല്ലുമെന്ന് അവിടെ ഉള്ള ഒരു മനുഷ്യനും അറിഞ്ഞില്ല. മാല ഊരി കൊണ്ടുവന്നു. അത് പിന്നീടല്ലേ അറിയുന്നത്, അപ്പോഴറിയുന്നില്ലല്ലോ. അതാണ് സംഭവം. ഈ പാമ്പിടിച്ച പെണ്ണിന്റെ അച്ഛനെയൊക്കെ അറിയാമോ? പെണ്ണിൻ്റെയൊക്കെ അച്ഛനറിയാം. പക്ഷേ യഥാർത്ഥ സത്യമാണെങ്കിൽ ഇവന് നേരിട്ട് ഹാജരായില്ല എങ്കിൽ പോലീസുകാർക്ക് ഇരട്ടി ജോലിയായിരുന്നു. ഇവിടെ കിടന്ന സാധാരണ ചെറുപ്പക്കാരെ മൊത്തവും പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. സംശയത്തിൻ്റെ നിഴലിൽ മൊത്തം പേരെയും കൊണ്ടുപോയിരുന്നു. ഇവൻ ഇതുപോലെ ആത്മഹത്യ ചെയ്താലും ഇത് തന്നെ ജനങ്ങളെ ഇപ്പോഴും വിട്ട് പിരിഞ്ഞേനെ. ജനങ്ങൾ ഒരിക്കലും അവനെ പിന്നെ ഇപ്പം തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യൻ പ്രതികരിക്കാനില്ലായിരുന്നു. അവനെ പോലീസുകാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ആരും അങ്ങോട്ട് തള്ളേ ഉന്തേ കയറി പറയാനോ ഒന്നും ആരും തയ്യാറായില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബന്ധുക്കാരാണല്ലോ. ആർക്ക് വേണ്ടി പറയും? ഒരു പെങ്കൊച്ച്, നിരപരാധി പെങ്കൊച്ച് അടിച്ചു കൊന്നു, അതിനെയും കൊന്നു. അതിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ അറിയാം. അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ അറിയാം. അവർ സാധാരണ വെറും സാധുക്കളും അധ്വാനിച്ച് കൊണ്ടുവന്ന് ജീവിച്ച് ഈ പരമ്പരാക്കി. ആ കൊച്ചിൻ്റെ ഒരു എന്തോ തോന്നി. അതിന് എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കത് അങ്ങനെയാണ്. ഒരു കല്യാണം കഴിക്കാതിരിക്കണം, സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് വയ്യാതെ മഞ്ഞിറങ്ങി വാടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും നാളും നടത്തിയ വാപ്പായും ഉമ്മായും സഹോദരങ്ങളെ ഒന്ന് അവർ ആ കൊച്ചൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, ഒരു 5 മിനിറ്റ് അതിനെപ്പറ്റി ആലോചിച്ചിരുന്നെങ്കിൽ ആ കൊച്ചിന് ഈ ദുരന്തം വരില്ലായിരുന്നു. അതാണ് പറഞ്ഞത്. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. ഈ ഇത്രയും നാളും വളർത്തി വലുതാക്കി ഈ പരുവാക്കി ഇത്രയും ലക്ഷം രൂപ ചിലവാക്കി അതിന് MSc വരെ എടുത്ത് ഡിഗ്രി വരെ എടുത്ത് പഠിപ്പിച്ച് PG വരെ എടുത്ത ഒരു കൊച്ചാണ്. ആ PG എടുത്ത ഒരു കൊച്ചിന് ഇത്രയും ചെറിയ വിവരക്കേട് കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കില്ല. സാധാരണ പഠിത്തമില്ലാത്ത പിള്ളേരാണെങ്കിൽ അവർക്ക് വഴി തെറ്റിപ്പോയെന്ന് പറയാം. ഇത് നല്ല PG എടുത്ത് നല്ല വിവരമുള്ള ഒരു കൊച്ചായിരുന്നു. ഈ ചെറുക്കൻ ചെന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി വന്നെന്ന് പറയുമ്പോൾ തന്നെ ഓടി വന്ന് ഇവിടെ വന്ന് കയറിയിട്ട് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് യഥാർത്ഥ സത്യം. അതിൻ്റെ ആ കൊച്ചിനെങ്കിലും വെറുതെ വിടായിരുന്നു. അവരെ പൈസയുടെ ബുദ്ധിമുട്ടിൽ അവരെ വീട്ടിലുള്ള എല്ലാവരെയും അടിച്ചു കൊന്നെന്ന് പറഞ്ഞാൽ ചിലപ്പം സാമ്പത്തികമായിട്ട് ഇനി തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ ഇനി ആരും ചോദിക്കൂലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയെങ്കിലും മരുന്ന് കാണാൻ കൂട്ടാം. പക്ഷേ ഈ കൊച്ചെന്ത് പിഴച്ച് സാധാരണക്കാരൻ്റെ പാവപ്പെട്ടൊരു മോളല്ലേ, അതിനെ പാട്ടിലാക്കിയല്ലേ. ഒരിക്കലും ക്ഷമിക്കാനുള്ള. പക്ഷേ ആ കൊച്ച് അതിന് അത്ര ബുദ്ധിയെ തോന്നിയാളപ്പോഴും അതൊന്നും മനസ്സിലാവില്ല. അത് ആ കൊട്ട വെയിലത്ത് കുടയും പിടിച്ച് നടന്നുകൊണ്ട് രംഗം ഒന്ന് നോക്കണം. അന്ന് നല്ല വെയിലായിരുന്നു. ആ സമയത്താണ് നടന്നു വന്നിട്ട് ഇവിടെ വരണത്, ബൈക്ക് കയറ്റി കൊണ്ട് വരണം. ഏറ്റവും കൂടുതൽ മുറിവ് ആ കൊച്ചിനായിരുന്നു. എൻ്റെ കഴുത്തിൽ, 2 കഴുത്തിൽ, മുഖത്ത്, കണ്ണിൻ്റെ അവിടെ, ഇവിടെയൊക്കെ കുഴിഞ്ഞു പോയി കവളൊക്കെ മൊത്തത്തിൽ. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് ഇറക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ആ കോലത്തിലായിരുന്നു. ഇത്രയും വികൃതമായ ഒരു മുഖം വേറെ ആക്കൂല്ലായിരുന്നു. ആ കൊച്ചതിന് അത്രയും മോശമായ ആ ചെറുക്കൻ്റെ അടുത്ത് എന്ത് പെരുമാറി, മുഖം വേറുനായിക്കാണ് അടിച്ച്. പക്ഷേ മറ്റേ ഇളയ അനിയൻ്റെ എന്ന് പറഞ്ഞാൽ തല കൂടെ ഇത്രയും പൊളന്ന് തലയ്ക്കുള്ള അടിയാണ് കൂടെ.
മറ്റുള്ളവരൊക്കെ ഇവിടെ കഴുത്തിന് ഈ മുഖത്തൊക്കെയാണ് ഉള്ള അടി. ചെറുക്കനാ കുഴിമന്തി കഴിക്കാൻ പറ്റിയോ? പറ്റിയില്ല, കൊണ്ടുവന്നപ്പോഴല്ലേ അടിച്ചത്. അതവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ, കുഴിമന്തി അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. അവന് വിശന്ന് അവിടെ ഓട്ടോയും കാത്ത് നിൽക്കുന്ന കണ്ടു. മറ്റേ ഇവനെയും കാത്ത് അവൻ നിൽക്കുന്ന അവൻ എല്ലാവരെയും അടിച്ച് കൊന്നിട്ടല്ലേ ഇവിടെ നിന്നത്. ഇനി ലാസ്റ്റിൽ ഇവനെ കാത്ത് ഇവൻ വന്ന ഇവനെ കൂടെ തട്ടിയിട്ട് പോകാൻ വേണ്ടിയല്ലേ ഇരുന്നത്. അവൻ മരിക്കണമെങ്കിൽ അന്ന് മരിക്കണമായിരുന്നു. അവൻ അന്ന് ഇരുപക്ഷം അങ്ങോട്ട് കഴിച്ചെന്ന് പറഞ്ഞു. അതൊക്കെ ചുമ്മാ തിപ്പിലെടുത്ത് കഴിച്ച പേരിന് വേണ്ടി അടിയിട്ടായിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ പോലീസുകാർ പിടിച്ചാൽ പോലീസുകാർ അടിക്കും, ഉറപ്പാണ്. ഇത്തിരി കൊലപാതകം ചെയ്ത അവിടെ ചുമ്മാ വെച്ചിരിക്കും. അപ്പോൾ അവന് മരിക്കാൻ പേടിയാ. അവന് മരിക്കാൻ അപ്പോഴും പേടിയായിരുന്നു. പിന്നെ ഇപ്പോഴ് എനിക്ക് പൂർണ്ണ വിശ്വാസമല്ല അവൻ തൂങ്ങിയതാണ്. അല്ല, അവൻ മരിക്കാനാണ് അന്ന് മരിക്കണം. ഇന്നിപ്പം അന്ന് മരിക്കണ്ട. ഇന്നിപ്പോൾ അവൻ പൂർണ്ണമായിട്ടും അവൻ തൂങ്ങി മരിച്ചെന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കൂടി. അന്ന് എന്തോ അവന് ആഹാരത്തിന് ബിരിയാണി കൊടുക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രശ്നം ഉണ്ടായോ? എവിടെ? അവിടെ അന്ന് ജയിലില് ബിരിയാണി ആയിരുന്നു. ബിരിയാണി രണ്ടാമത് ചോദിക്കാൻ വേണ്ടി ചെയ്ത് ആരാണ്ട് കയറി അടിച്ച് മറ്റേ വാക്കിനുള്ള തടി കിട്ടിയതാണ്. അതിനുശേഷം തൂങ്ങിക്കൊന്നായിട്ട് അവർ പ്രഖ്യാപിച്ചതാണ്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു എന്ന് പ്രഖ്യാപിച്ചതാണ്. അത് പറഞ്ഞില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ ഈ പഞ്ചായത്തിലുള്ള ഈ നാട്ടുകാർ ഉൾപ്പെടെ ഒരു മനുഷ്യനും വിശ്വസിച്ചിട്ടില്ല അവൻ മുണ്ട് കൊണ്ടുപോയി താനെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചെന്ന്. ശുചിമുറിയിൽ അങ്ങനെ തൂങ്ങി മരിക്കത്തക്ക ഒരു സാഹചര്യവും കാണുന്നില്ല. ൂക്കൊന്നുമില്ലേ അവിടെ? അവിടെ ഊക്കൊന്നും ഇടില്ലല്ലോ. അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഊക്കൊക്കെ ഇട്ടാൽ പിന്നെ ആൾക്കാർ തൂങ്ങി ചാവില്ലേ. ഒരു മാർഗം ഉണ്ടാക്കി. അതുമല്ല, അവന് പ്രത്യേകിച്ച് 2 പോലീസുകാരുടെ സെക്യൂരിറ്റി ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സെല്ലിൽ ഒറ്റയ്ക്കല്ലേ ഇട്ടിരിക്കണം. പിന്നെ എങ്ങനെയാ അവിടെ ശുചിമുറി പോയെന്ന് പറഞ്ഞു. അതിനകത്തൊരു ദുരൂഹതയുണ്ട്. സംശയം തരും. ഇപ്പോഴത്തെ എൻ്റെ സംശയം പറഞ്ഞാൽ ആൾ മരിച്ചു കാണുമെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. കുറ്റപത്രമൊക്കെ കൊടുത്തല്ലോ ഇന്നലെയൊക്കെ. അതൊക്കെ കൊടുത്തു. പക്ഷേ ആൾ ബലമായി മരിച്ചെന്നാണ് എൻ്റെ സംശയം. ഇനി സർക്കാരിനോ പോലീസുകാർക്കോ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുമെന്ന് വെച്ച് വെന്റിലേഷനിൽ ഇനി ഓക്സിജൻ കൊടുത്തിട്ടിരിക്കണമെന്ന് അറിയില്ല. ഇതാണ് യഥാർത്ഥ സത്യം. അതാണ് എന്തായാലും അത് എന്താ 4.5 ലക്ഷം രൂപ അങ്ങോട്ട് ചിലവാക്കാമെങ്കിൽ അവനെ രക്ഷപ്പെടുത്താമെന്ന് പറയുന്നത് കേട്ടല്ലോ. എന്തോ ഓപ്പറേഷൻ ചെയ്താൽ ശരിയാകുമെന്ന്. നമ്മൾ ഒരു വാർത്തയിൽ ഞാനത് കേട്ടില്ല. അപ്പൊ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല. അല്ല, അച്ഛൻ്റെ പൈസ കൊടുക്കാനില്ല. അച്ഛനും കടത്തില്ലല്ലേ, പിന്നെ എങ്ങനെ പൈസ കൊടുക്കും? ഇത്രയും നാളപ്പം അവർ അധ്വാനിച്ച പൈസയെല്ലാം ഗൾഫിൽ പോയി. ഗൾഫിൽ കടമില്ലായിരുന്നു അദ്ദേഹത്തിന്. ഈ കൊറോണ സമയത്ത് അയാൾ ഈ പ്ലംബിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളുടെയും കച്ചവടമായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് കടകൾ വാങ്ങിച്ചൊക്കെയാണ് അയാൾ കച്ചവടം ചെയ്തതെന്ന് പറയുന്നു റഹീം. പക്ഷേ അയാൾക്ക് ഇപ്പോൾ അവിടെ ഒത്തിരി കടമുണ്ടായിരുന്നു. പക്ഷേ ഈ മരണത്തോടു കൂടിയാണ് അദ്ദേഹം തിരിച്ചിവിടെ എത്തിയത് ഭാഗ്യത്തിന്. അല്ല, ഇപ്പോഴും അവിടെ കിടന്നേനെ. അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ കിടന്നേനെ. ഇപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് ഒരു 5 വർഷം കൊണ്ട് ആവും തോന്നുന്നു. 7 വർഷമായിട്ട് സ്വന്തം ഉമ്മയെ കാണാനായിട്ട് കാത്തിരിക്കുമായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ സത്യമാണ്. കാണാത്തില്ല. പൈസ കടം വന്ന ഗൾഫിൽ നിന്ന് ചെറിയൊരു നിസ്സാര പ്രശ്നമായാലും നമുക്ക് അവിടുന്ന് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിരോധം ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് ഇദ്ദേഹം പറയുന്നത്, ഞാൻ 7 വർഷമായിട്ട് എൻ്റെ ഉമ്മയെ കാണാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് എൻ്റെ ഉമ്മയെ കാണാൻ സാധിക്കാതെ വന്നതിന് കാരണക്കാരൻ അവനാണ്. അതുകൊണ്ട് അവനെ കാണണ്ടാകും. അയാൾ പറഞ്ഞത് ശരിയാണ്. സത്യമാണോ? അയാൾ ഇതുവരെ വന്നില്ല. അപ്പോൾ വന്ന എല്ലാവരും ഉമ്മയാണല്ലോ പ്രധാനം. ഈ പയ്യനത് തോന്നിയില്ലെങ്കിലും ചിലപ്പോൾ റഹീമിന് ആയിരിക്കും. നമുക്ക് പറയാൻ നമ്മളെപ്പോഴും കള്ളന്മാരോടാണല്ലോ നമുക്ക് സ്നേഹം കൂടുതൽ, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മളെ ഈ പരിപാടി വളർത്തിയെടുക്കണ വാപ്പ നമ്മളെ ഉത്പാദിപ്പിച്ചെങ്കിലും തള്ളമാർക്കാണല്ലോ അതിന് ഏറ്റവും കൂടുതൽ അവകാശം പറയാനുള്ളത്. ഈ പരിപാടിക്ക് വളർത്തിയെടുക്കുന്ന അവരല്ലേ വേദന അറിഞ്ഞു. അപ്പോൾ അവരോടാണ് എല്ലാവർക്കും മാത്രം സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരിപാടി ഇളക്കി വരുമ്പോൾ തള്ളമാർക്ക് മക്കളോട് ആ സ്നേഹമുണ്ട്. അതാണ് ഇങ്ങനെ വരാൻ കാരണം. പക്ഷേ അത് ഈ നിലയ്ക്ക് പോകുമെന്ന് ആരും മനസ്സിലാക്കിയില്ലല്ലോ. അതാണ് സംഭവം. പിന്നെ അഫാൻ ഇങ്ങനെ ജയിലിനകത്ത് ആത്മഹത്യാശ്രമം നടത്തിയെന്ന് വന്നപ്പോൾ വാർത്ത വന്നപ്പോൾ സാർ എന്നാ തോന്നിയായിരുന്നു? ഇല്ല, ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യില്ല എന്നതിന് നമുക്ക് ഉറപ്പ്. അവൻ ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ ആ മരണം ഇവരെല്ലാവരും കൊന്ന സമയത്ത് അവൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഗ്യാസ് തുറന്നു വിട്ടപ്പോഴെങ്കിലും അവൻ അവിടെ നിൽക്കണമായിരുന്നു. അവനെന്തിനാ പോലീസിൽ പോയി കീഴടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, കീഴടങ്ങേണ്ടി കാര്യമില്ല. അവനെവിടെയെങ്കിലും പോയി ഇവിടെ തന്നെ പണ്ടൊരു ശരിവ സാറിന് ഭർത്താവ് വെട്ടിക്കൊന്ന്, ആ ടീച്ചറാ പേരുമല്ല സ്കൂളിൻ്റെ അവിടെ വെട്ടിക്കൊന്നിട്ട് അയാൾ അദ്ദേഹം പോയി കയറെടുത്തുകൊണ്ട് പോയി കെണ്ടി ചാടി. എന്നിട്ട് അവിടെ നിന്ന് കയറി റബ്ബറിൽ കെട്ടി തൂങ്ങി കയർ പൊട്ടി താഴെ വീഴുന്നു. അപ്പോൾ ഇത് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാൻ വേണ്ടി ചെയ്താൽ തൊട്ട് നാക്കി വെച്ചിട്ട് അങ്ങ് പോയി എത്രയേ ഉള്ളൂ.
കാര്യം അപ്പോഴാകുമ്പോൾ സംരക്ഷണം ഉണ്ടാവുമല്ലോ. 25 ഗ്രാം എലിവിഷത്തിനകത്ത് 2 ഗ്രാമേ പുള്ളി കഴിച്ചുള്ളൂ. പക്ഷേ മരണത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന എലിവിഷമാണ്. എലിവിഷം കഴിച്ചാൽ നമുക്കറിയാം അത് ഒരിക്കലും എത്ര കഴിവാലും വയറ്റിൽ നിന്ന് പോകില്ല എന്ന്. ഇവിടെ പലരും എൻ്റെ വാർഡിനകത്ത് തന്നെ പലരും എലിവിഷം കഴിച്ച് മരിച്ചവരുണ്ട്. എത്ര കഴിവാലും അത് പോകത്തില്ല. എലിവിഷം നമ്മൾ പറയും പോലെ അല്ല. പിന്നെ സാധാരണ ഞാൻ കണ്ടിട്ട് കഴുത്തൊടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യ തൂങ്ങിച്ചത്തവരെയും കഴുത്തൊടിയണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ആത്മഹത്യ ചെയ്തപ്പോൾ കഴുത്തൊടിഞ്ഞു പോയെന്നാണ് എന്നാണ് പറയുന്നത്. കഴുത്തൊടിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ നോക്കൂല അത്. ഞാൻ പല അടി കിട്ടിയെന്നാ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ആരുമായിട്ട് തർക്കം ഉണ്ടായി അവര് വെച്ച് കഴിച്ച് കൊടുത്തു എന്നാ പറയുന്നത്. പല ആത്മഹത്യക്ക് ഞാൻ ആളിനെ കെട്ടാവത്ത് ഇറക്കാനും ഇൻക്വസ്റ്റ് ഇറക്കാനും എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും മെമ്പറായതിനു ശേഷം. പക്ഷെ ഒരുത്തൻ്റെ കഴുത്തൊടിഞ്ഞു പോയത് ഞാൻ ഇതുവരെ ആ തൂങ്ങിച്ചത് ഞാനതിപ്പോഴും നമ്മളെ ജംഗ്ഷനിൽ ഞാൻ പറഞ്ഞു തൂങ്ങിച്ചത്ത ഒരിക്കലും കഴുത്തൊടിയണ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഏത് ഭാഗത്തോട്ട് പിടിച്ചു വെച്ചാലും അവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. കഴുത്തൊടിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, അത് പോവയില്ല ആള്. ഈ സദ്ദാം ഹുസൈൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളിനെ തൂക്കിക്കൊന്നപ്പം ബോഡിയും കഴുത്തും രണ്ടും വേർപെട്ടെന്ന് പറയുന്നത് അല്ല? അത് വരാം. അത് ചിലപ്പോൾ അത്രയും മൂർച്ചയുള്ള കയറാണെങ്കിൽ, ചിലപ്പോൾ ചെറിയ കയറാണെങ്കിൽ തന്നെ അറ്റ പോവും. എന്നാലും ഇവിടെ ഒരു അസ്ഥിയുണ്ട്. ഇത് കയറിലെങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോകണം. അല്ല, അത് പഴക്കം ചെന്നാൽ ചിലപ്പോൾ മുറിഞ്ഞു പോകുമായിരിക്കും. നമ്മുടെ തലയിൽ എന്തുമാത്രം ചുവട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ അത്രയ്ക്കും ബലമുള്ളതല്ലേ ഞാൻ 120 കിലോ വരെ ഞാൻ തലയ്ക്ക് ചുമന്നവനാണ് ഞാൻ. അപ്പം നമ്മുടെ പെടലിയുടെ ബലം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു കയറിട്ട് നോക്കിയാൽ അത് ഒടിയുമെന്ന് വെച്ചാൽ എങ്കിൽ പിന്നെ നമുക്കൊന്ന് നമ്മളിവിടെ തലകുത്തിക്കുമ്പോൾ ഇത് ഒടിയണ്ടേ. നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തലകുത്തിന്നൊക്കെ എക്സസൈസ് ചെയ്യാറുണ്ട്. ഒടിയണ്ടേ. നല്ല പോയിന്റ്. ഈ അപ്പാൻ്റെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തെന്നുള്ള ദുരൂഹത ഉണ്ടെന്ന് ഫാദർ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛൻ ഞാൻ ഇതുവരെ അവരുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇതുവരെ. എങ്കിലേ അറിയാൻ കൂടാതെ എന്നെ ചില സമയത്തൊക്കെ വിളിക്കുമായിരുന്നു ഈ ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. ഇപ്പോൾ അവർ ആ കൊച്ചിന് ഇത്തിരി കടമുണ്ട്. തള്ള ഇവിടെ ഈ ബാങ്കിൽ നിന്ന് പൈസ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടെ ഒരുമിച്ച് അടയ്ക്കാനേ അവിടെ പറ്റുള്ളൂ. ഒരാൾ പൈസ കൊണ്ട് ചെന്നാൽ ബാക്കിയുള്ളവരെ അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അതുമായിട്ട് എന്നെ ഒന്ന് സമീപിച്ചു. അങ്ങനെ ഞാനത് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ പൈസയാണ്. അങ്ങനെ ഒരാളെ പൈസ മാത്രം ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ലോൺ എടുത്തതാണ്, അത് ഒരുമിച്ച് തന്നെ അടയ്ക്കണം. അപ്പോൾ അതിൽ ഈ സൊസൈറ്റിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ അവർക്കിപ്പോൾ ഇവിടെ വീടുണ്ട്, അപ്പോൾ അങ്ങോട്ട് 2 വീടാണ്ട് ഉണ്ട്, അവർക്ക് എന്തുകൊണ്ടെങ്കിലും ചെയ്യാം. ഈ വീടിനെ വിൽക്കാൻ പറ്റുമോ? ആരെങ്കിലും വാങ്ങിക്കുമോ? വീടൊക്കെ വാങ്ങി. ഇത് ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു ആത്മഹത്യ ചെയ്തിട്ട് അവിടെ എത്ര പേര് ആരും താമസിക്കുന്നില്ല, എത്രയും പേര് താമസിക്കുന്നു. എൻ്റെ ഈ വാർഡിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്തിട്ട് ആ വീട്ടിനകത്ത് തന്നെ ആ കുടുംബക്കാരും വാങ്ങിച്ചവരും ഇപ്പോൾ വാങ്ങിച്ച് താമസിക്കുന്നവരും ഉണ്ട്. ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇവര് മാറി താമസിക്കുന്നതാണ് പ്രശ്നം. ഇവരത് താമസിക്കാൻ ഒരു വർഷമെങ്കിലും അവർ താമസിക്കാൻ വില കിട്ടും. അവർക്ക് ഇവിടെ താമസിക്കാൻ ഇനി ജനത്തിന് അഭിമുഖീകരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവരിവിടുന്ന് മാറണമെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ ഓടി നടന്ന വീടായതുകൊണ്ടാണോ? ഞാൻ നിർബന്ധിച്ചാണ് ഈ ബോഡി ഇവിടെ പേർവില കൊണ്ടുവന്നത്. ഈ കൊച്ചു പയ്യൻ ഇവിടെ ഓടി നടന്ന് വളർന്ന പയ്യനാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും പൊതുദർശനത്തിന് ഇവിടെ പേർവില വെച്ചിട്ടാണ് നമ്മൾ അങ്ങ് കല്ലറ പാങ്ങോട് കൊണ്ടുപോയത്. ആ പള്ളിയിൽ അടയ്ക്കുക 5 പേരെ ഒരുമിച്ചാണ് അടക്കിയത്. അത് ഒരേ പള്ളിയിലാണ്. ജീവിതത്തിൽ ഇത്രയും ദാരുണമായൊരു രംഗം കണ്ടിട്ടുണ്ടോ? ശരിയായിട്ട് 5 പേരെ ഒന്നിച്ചടക്കുന്ന രംഗം ഇല്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ 4 ഒന്ന് ചെറിയങ്കീഴ് പള്ളിയിലാണ് അടയ്ക്കുക. ഈ പെങ്കൊച്ചിൻ്റെ ചെറിയങ്കീഴ് പള്ളിയാണ്. മറ്റ് 4 പേരെ അവരെ ഈ പയ്യൻ്റെ ഉമ്മായും പാപ്പുമ്മ, പാപ്പാടെ ഉമ്മ, അവരും പിന്നെ അവൻ്റെ വലിയാപ്പായും വലിയമ്മായും കൊച്ചനിയനും. വലിയപ്പനും വലിയമ്മയ്ക്കൊക്കെ വേറെ മക്കളില്ലേ? മക്കളുണ്ട് അവർക്ക് എന്താ പറയുന്നത് ഇപ്പം അപ്പാന്റെ കാര്യം? നമ്മള് അവരുമായിട്ട് ഇതുവരെ നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. അവരുടെ വിഷമം ഓർത്ത് നോക്കിയ, കാരണം അവര് ഒരു കടം കൊടുത്ത് സഹായിച്ചതാണ് അവർ ചെയ്ത കുറ്റം. അതെ, ഞാൻ യഥാർത്ഥത്തിൽ ഇത്രയും കാലമുള്ള പരിചയം കൊണ്ട് പറയണതാണ്. ഒരാൾ വന്ന് അത്യാവശ്യത്തിന് പൈസ ചോദിച്ചാൽ ചില സാഹചര്യങ്ങളിൽ കൊടുക്കാതിരുന്നാൽ
നമുക്ക് അപ്പോഴത്തെ അവർ തന്നില്ലല്ലോ എന്നുള്ളതേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ തരത്തുമില്ല. അവരെക്കാളും ശത്രുത നമ്മളാവും. സഹായിക്കേണ്ടെന്നുള്ളല്ലേ, പക്ഷേ സഹായിക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവം, എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഞാൻ പറയണ. ഒരാളിപ്പോൾ വന്നു ചോദിച്ചാൽ എൻ്റെ പേഴ്സ് ഇല്ലെങ്കിലും ഇവിടെ വീട്ടിൽ നിന്ന് വീട്ടുകാരെടുത്ത് കൊടുക്കും, കടം ചോദിച്ചു വന്നാൽ. പക്ഷെ തിരിച്ച് വായിക്കുമ്പോൾ പിന്നെ നമ്മൾ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അതാണ് നമ്മൾ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് കിട്ടത്തില്ല, അതും പോവും. പക്ഷേ ഈ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വേറെ സത്യം. അപ്പോഴും നമ്മളെ കയ്യിലില്ല, വെച്ചുകൊണ്ടില്ല, ഇല്ലാത്തതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞാൽ അവർ പറയും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അപ്പോഴുള്ള ആ വിരോധമേ ഉള്ളൂ. പക്ഷേ കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ തന്നില്ല എങ്കിൽ എല്ലാവരും വാങ്ങിച്ചിട്ട് തരണവർ ആക്കും, അങ്ങനെ തോന്നുന്ന മനസ്സ് തോന്നാറില്ല. ഒരു ജനപ്രതിനിധിയുടെ വോട്ട് പോലും കിട്ടത്തില്ല, ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ കിട്ടത്തില്ല. കാര്യം അവർ പിന്നെ നമ്മളെ ശത്രുവാണ്. ആ അവസ്ഥയിൽ നിന്ന് അവർ ഇത്രയും വലിയ അതെ, ഈ കാറും ബൈക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ അഫാൻ്റെ ഒരു കൊച്ചുമാമ ഉണ്ട്, ഗൾഫിൽ വെച്ച് സൗദിയിൽ വെച്ച് മരണപ്പെട്ട് വണ്ടി ഇടിച്ചാണ്ട്. അതിലിത്തിരി പൈസ കിട്ടിയപ്പോൾ അവർ ഷെയർ വെച്ച് കിട്ടി. അതിൽ നിന്ന് ആ പൈസയെ ഇവരെല്ലാം കൂടെ ഇത്തിരി പൈസ കൂടെ ഇട്ടാണ് ഇവർ ഈ വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ചത്. അവർ ഈ എൻ്റെ പാട്ടിൽ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആയി. പിന്നെ ആയി. അവർ ഗൾഫിൽ നിന്ന് ഇത്തിരി പൈസയൊക്കെ വന്നപ്പോൾ അവർ ആഹാരം വയ്ക്കാൻ പാട്. പിന്നെ അവർ ബസ്സിൽ പണിയത് ഞാൻ കണ്ടു, എപ്പോഴും ആട്ടോ വിളിച്ച് പോകാറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കടം വരും. ഞാൻ വരാം അവിടെ. ഞാൻ ഇന്നൊരു ആട്ടൊന്നും വലിയതായിട്ട് വിളിച്ച് പോയിട്ടില്ല. നമ്മൾ നടന്നു വരാം, അല്ലെങ്കിൽ നമ്മളൊരു ബൈക്കുണ്ട്, അത് തന്നെ കൂടുതൽ ഉപയോഗിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അത്രയും പൈസ ഇല്ല, നീ ബസ്സിന് പോകും, നീ ഒരു പ്രാവശ്യം ബസ്സിൽ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വിടണ്ടായി. ആ കൊച്ചി ചേർക്കാൻ അവിടെ 8ലാണ് പഠിക്കുന്നത്, കുഞ്ഞാട് ഹൈസ്കൂളിൽ. ഞാൻ അവിടുത്തെ PTA മെമ്പറാണ്. അവൻ 8ൽ പഠിക്കണം. അവനെന്നും ആട്ടോ വിളിച്ചാണ് വിടുന്നവന്. ഇവിടുന്ന് സാധാരണ റോഡ് അറിഞ്ഞുവിടാത്ത കൊച്ചു പിള്ളേർ ഇവിടുത്തെ ആൾക്കാർ അത്രയും ബസ്സിൽ കയറ്റിയാണ് വരണവന് റോഡാണ്. അപ്പം നമ്മൾ ഈ വരവും ചിലവും നമ്മൾ ആദ്യം ജീവിക്കുമ്പോൾ നമ്മളെ വരവ് അനുസരിച്ച് വേണം ജീവിക്കാൻ. കടം വാങ്ങിച്ച് ഒരു പരിധി വരെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അവന്റെ അച്ഛന്റെ ബിസിനസ് അവിടെ സ്വന്തം ഭർത്താവിന്റെ ബിസിനസ് അവിടെ തകർന്ന് തരിപ്പണമാകുമ്പോൾ അറിയേണ്ട ഉമ്മ അത് അറിഞ്ഞില്ല. മോനെ സഹായിച്ചുകൊണ്ടിരുന്നത്. ചോദിക്കേണ്ട പൈസ അത്രയും കടങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. എവിടെ നിന്ന് കൊടുക്കുമെന്ന് അവർ ഒരിക്കലും ആലോചിച്ചില്ല. അതിൽ സംഭവിച്ചതാണ്. ഇപ്പം ഞാനിപ്പോൾ കടം വാങ്ങിച്ചാൽ നാളെ ഇതെങ്ങനെ കൊടുക്കണ്ടേ? നമ്മൾ വായ്പയായിട്ട് വാങ്ങിക്കണമല്ലേ, പലിശ കൂടെ ചേർത്ത് കൊടുത്തില്ലെങ്കിലും മുതലെങ്കിലും അവരത് വാങ്ങിച്ച പൈസ കൊടുക്കണ്ടേ. അപ്പോൾ അത് കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് അവരിങ്ങനെ ഈ മരണത്തിലേക്ക് പോയത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഏറ്റവും വലിയ നഷ്ടം ആ ഉപ്പായിക്കാം. ഉണ്ടാക്കിയ പണമില്ല, ഉണ്ടാക്കിയ വീടില്ല, ഉണ്ടാക്കിയ മക്കളില്ല, ഭാര്യ മാത്രമേ സ്വന്തം ഉമ്മയില്ല, ഇനി ചേട്ടനില്ല, വർഷങ്ങളോളം ഇനി ഭാര്യയെ നോക്കി എത്ര ആളോ ജീവിച്ചിരിക്കുമെന്ന് പറയാറില്ല. അതിന് ക്യാൻസർ രോഗിയും കൂടെയാണ് ആ കൊച്ചു. അത് അതിനുള്ള മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖമില്ലാത്തത് കൂടെയാണ്. എത്ര നാളത് ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതിനെങ്കിലും ഒരു മോചനം ഈ ചെറുക്കൻ കൊടുക്കാമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും. സുഖമില്ലാത്ത രോഗിയും കൂടെ അല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഈ 10 വർഷം കൊണ്ടുള്ളൊരു ഭരണത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൊലപാതകം നടന്നിരിക്കുന്നത്. അത് നമുക്ക് എടുത്തു പറയത്തക്ക കേസാണ്. ഏറ്റവും കൂടുതൽ മരണം നടന്നിരിക്കുന്ന ഈ 10 വർഷം പിണറായി വിജയത്തിന് ശേഷം അന്വേഷണത്തിന് ഉത്തരവുമില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഭൂമിക്ക് പോലും വെറുപ്പാണ്. അത്രയ്ക്ക് ദുരന്തമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറ്റം പറഞ്ഞല്ല. ഇതുവരെ ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഇത്രയും ദുരന്തം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എന്താ പറയാ, ഇയാൾ ഭാഗ്യവനാണ്. അയാൾ ഭാഗ്യവനാണ്. കാര്യം ഈ വരുന്ന പൈസ 2 കൈ കൊണ്ടും ഭാര്യ കൂട്ടുകയാണ്. ഈ ദുരന്തം വരുന്നവരും ഭാഗ്യമല്ലേ വരണ ആളെല്ലാം അതിലേക്ക് തിരിയാണ്. ബാക്കി കേസ് സരിതയുടെ സ്വപ്നയുടെയൊക്കെ കേസും ലാവലിയും കേസൊക്കെ പോയില്ലേ? സ്വർണ്ണ കടത്ത്, കിതാബ് കടത്ത്, ഇതെല്ലാം പോയില്ലേ? എന്താ സംഭവം? കേന്ദ്രം കയ്യിരിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഇതുവരെ ഒരു ED അന്വേഷണം ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി രാഹുൽ ഗാന്ധി വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നാമത് കുടുംബം മൊത്തവും ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ച് അവരെ കുടുംബത്തിന് പോലും ED കയറി
നിരങ്ങി എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിനു പേടിക്കണവർ? ഇടി അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ എപ്പോഴായാലും അതിനൊക്കെ ഫുൾ സപ്പോർട്ടുണ്ട്. അതിനിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും നിങ്ങൾക്ക് ഇത്ര സീറ്റ് ഞാൻ പിടിച്ചു തരാം, ഇങ്ങോട്ട് ഒരു കാര്യത്തിനും വരണ്ടെന്ന് പറയും. അതാണ് യഥാർത്ഥ സത്യം. BJP അടുത്ത പ്രാവശ്യം വല്ല സീറ്റും പിടിക്കുമോ? BJP ജനങ്ങളെ കയ്യിരിക്കുന്ന കാര്യമല്ല, നമുക്ക് വല്ലതും പറയാൻ പറ്റുമല്ലോ. ഇതുപോലെ ഇവർ തമ്മിൽ അന്തർധാരയാണെങ്കിൽ ഇവർ അങ്ങോട്ടും കുറച്ച് സീറ്റ് കൊടുക്കത്തില്ലയോ? പറച്ചിലും ഒക്കെ ആണ്. അവരെങ്ങനെയും നിലനിർത്തണമല്ലോ. ഇപ്പോൾ നമ്മൾ തന്നെ തേമ്പാമ്പുട്ടിൽ നടന്ന കൊലപാതകം അറിയാലോ, ഇരട്ട കൊലപാതകം. തേമ്പാമ്പുട്ടിലാണ്ട് ഇരട്ട കൊലപാതകം നടന്നത്. അതിൽ കോൺഗ്രസ്സുകാരാണ് എന്തിന് കോൺഗ്രസ്സെ കൊന്ന് എന്ന് ചോദിച്ച് രണ്ടുപേരെ തിരുവോണത്തിൻ്റെ അന്ന് ഉത്തരാടത്തിൻ്റെ അന്ന് വെട്ടിക്കൊന്നത്, അടിവാളിന് വെട്ടിയത്. ആ CCTV ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ എന്തായി പരിസ്ഥിതി? അത് ബാക്കിയുള്ളവരൊക്കെ ജാമ്യത്തിലിറങ്ങി, അവരൊക്കെ നിരപരാധികളാണ്. പ്രതികളെല്ലാം ഇപ്പോൾ വെറുതെ നിൽക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം അകത്താവും. അതിൽ കേന്ദ്രം കൊടുത്തില്ല CBI അന്വേഷിക്കാൻ. പക്ഷെ കേരളം സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് സമ്മതിക്കാത്ത? അടൂർ പ്രകാശ് MP കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ വാങ്ങിച്ച് കൊടുത്തിട്ട് കേരളം അന്വേഷിക്കാൻ ഓർഡർ ഇട്ടില്ല. കേരളം അന്വേഷിച്ചാൽ ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർ അവരുടെ പാർട്ടിയിലുള്ള എല്ലാവരും അകത്തു പോകും. എന്നിട്ട് എനിക്ക് പോലും എന്താ എന്നെ പോലും അടിച്ചവർ 8 പേര് ചേർന്ന്. ഞാനിത് ഒന്നും അറിയണത് പോലുമല്ല. എൻ്റെ ജംഗ്ഷനിലെ കൊടിയും മരങ്ങളും അത്രയും വെട്ടി ഒടിച്ച് പാർട്ടി ഓഫീസ് യൂണിയൻ ഓഫീസൊക്കെ അടിച്ച് തകർത്ത് നാശമാക്കിയിട്ട് ഞാനിങ്ങനെ എൻ്റെ മോളെ കൊണ്ട് സ്കൂളിൽ ആക്കിയിട്ട് വന്നപ്പോൾ ഞാനാണ് ഇതിൽ ഉത്തരവാദി എന്നും പറഞ്ഞു. ഞാൻ ഇതൊന്നും അറിയേണ്ട കേസല്ല. എന്നെ റോട്ടിട്ട് 8 പേര് വളഞ്ഞിട്ട് അടിച്ചാണ്. അടിയാൻ കിട്ടി. ബൈക്ക് കൈ കാണിച്ച് നമ്മൾ സാധാരണ സ്ലോവായിട്ട് കൈ കാണിക്കുമ്പോൾ ഒരു വണ്ടി സ്ലോ ആവുമല്ലോ. എന്തിനാണ് അടിച്ചെന്ന് പോലും അവർ നീ എന്തിനു ചെയ്തെന്നെങ്കിലും പറയണ്ടേ? അവർ ചവിട്ടും അടി കമ്പ്യൂട്ടറൊക്കെ തന്നെ അടിച്ചത്. ഹോസ്പിറ്റലിൽ കിടന്നില്ല. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് അതൊരു വിഷയമാക്കിയാൽ പിന്നെ വീണ്ടും പ്രശ്നങ്ങൾ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കല്ലേ കിട്ടിയാൽ കുഴപ്പമില്ല. ഞാൻ കേസ് കൊടുത്ത് ആറ്റിങ്ങൽ DYSPക്ക് കേസ് കൊടുത്ത് കേസിന് എന്നെ FIR ഇടാൻ വിളിച്ചു. അപ്പോൾ അവർ വന്നു പറഞ്ഞ് എല്ലാം കൊച്ചു പിള്ളേരല്ലി, മാമ ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയതാണ്. കാര്യം അവർക്ക് പിന്നെ ഭാവിയിലൊരു പാസ്പോർട്ട് എടുക്കാനോ ഗൾഫിൽ പോകാനോ ഒരു സർക്കാർ ജോലിയിൽ കയറാനൊക്കെ ബുദ്ധിമുട്ട് വരും. അത് പിന്നീടാണ് മനസ്സിലായത്. ഇടതുപക്ഷത്തിൽ കയറിയ ആദ്യം ഒരു കേസ് ഉണ്ടാക്കും, സ്വാഭാവികമാണ്, ഉണ്ടാക്കിക്കും. അത് ഈ പിള്ളേരെ വേറെ എങ്ങും വിടാതിരിക്കാനേ. അത് സ്വാഭാവികമാണ് പാർട്ടിയിലാണ്. ഞാൻ എത്ര ആളുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. നമ്മളൊരു മനുഷ്യനെ അടിക്കാൻ ഇതുവരെ കൊണ്ടുപോയിട്ടുമില്ല, പോയി അടിക്കാൻ പറഞ്ഞിട്ടുമില്ല. നമ്മളടിക്കാൻ പറഞ്ഞിട്ട് ആ കുടുംബം അനാഥയാവും. നമ്മൾ നേതാവായി ഇവിടെ ഇരിക്കും, മറ്റേ കുടുംബത്തിന് അനാഥയാവും. നമുക്ക് ആ കുടുംബത്തിനെ രക്ഷിക്കാനോ കൊടുക്കാനോ ചിലപ്പോൾ കഴിയാതെ വരും. എൻ്റെ പേര് യഥാർത്ഥ പേര് ഷാജഹാൻ, അറിയപ്പെടുന്ന പേരുമല ഷാജി എന്ന്. പേരുമല ഷാജി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.